ഹേ ഓൾ, ഇതെൻ്റെ ഒരു ഹെയർ കളറിംഗ് വ്ളോഗാണ്. ഈ ഹെയർ കളർ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് എത്ര പ്രൈസ് ആയി എന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മുടി ഡാമേജ് ആയോ ഇല്ലയോ, പിന്നെ ഞാൻ മുടിയിൽ ഇതിന് മുമ്പ് എന്തൊക്കെ ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. അത്രയേ ഉള്ളൂ. ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇന്ന് ഞാൻ എൻ്റെ മുടിയിൽ കളർ ചെയ്യാൻ പോവാണ്. അതും ഫസ്റ്റ് ടൈം അല്ല, ഞാൻ എൻ്റെ തേർഡ് ടൈമാണ് ഈ കളർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മേനെയും കൂട്ടിയിട്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അമ്മക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ മുടി കളർ ചെയ്യുന്നത്, പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൂട്ടി പോകുന്നുണ്ട്. ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റില് ലോണ്ട് സലൂണിലാണ്, ചേവായൂരുള്ള. പിന്നെ ഈ ഹോൾ പ്രോസസ്സ് ചെയ്ത് കഴിയാൻ വേണ്ടി ഏകദേശം 1.5-2 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റിയൽ ഹെയറിന്റെ ടെക്സ്ചറും കളറും ഇതാണ്. ഒരു ജെറ്റ് ബ്ലാക്ക് കളറാണ് എൻ്റെ ഒറിജിനൽ മുടി. അതിന് ഞാനൊരു ബ്രൗൺ ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ കളർ മാറ്റുന്നതിന് മുമ്പ് കുറച്ചേരം എൻ്റെ റിയൽ ആയിട്ടുള്ള ഹെയർ കളർ നോക്കി നിന്നു. ഇനി എപ്പോഴാണ് ഇതിനെ തിരിച്ച് കാണുക എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാറ്റലോഗിൽ തന്നെ കുറെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇതിൽ ഏത് സെലക്ട് ചെയ്യണം, ഏതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കളർ വരികയെന്ന്. അപ്പം ഞാൻ എനിക്ക് റെഫറൻസ് ഉള്ള ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, ഈ 2-3 കളേഴ്സൊക്കെ മിക്സ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു ഉദ്ദേശിക്കുന്ന കളർ കിട്ടുകയെന്ന്. അങ്ങനെ ആ കളേഴ്സ് എല്ലാം അവരെടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എൻ്റെ തലയിൽ സെക്ഷൻ ആയിട്ട് മുടി ഇങ്ങനെ കുടുംബ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുടിയിൽ ഹെയർ കളർ ചെയ്ത ഫോട്ടോ. ഇത് ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എൻ്റെ ഹെയറിൽ കളർ ചെയ്തതാണ്. ഇത് ഞാൻ അടിയിൽ മാത്രം ഒരു ഓംബ്രേ ഫിനിഷിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു, ഈ ഒരു ബർഗണ്ടി റെഡ് ഷെയ്ഡ്. പിന്നെ എൻ്റെ ഹെയർ കുറച്ച് ഡാമേജ് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ഹെയർ ഇത്രയും ഷോർട്ട് ആക്കി കട്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് കാലത്തേക്ക് ഹെയറിലൊന്നും ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. എൻ്റെ നാച്ചുറൽ ഹെയർ മാക്സിമം ഞാൻ വളർത്തി. എന്നിട്ട് അത്യാവശ്യം ലെങ്ത് വന്നപ്പോൾ ഞാൻ ഈ ഒരു സ്മൂത്തനിങ് ട്രീറ്റ്മെന്റ് സ്വന്തമായി വീട്ടിൽ ചെയ്തു. അതൊരു വലിയ സക്സസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ മേലെ വീണ്ടും സ്വന്തമായിട്ട് വീട്ടിൽ കളർ ചെയ്തു. ഇത് ഞാൻ സ്ട്രീക്സിന്റെ ഹെയർ കളർ വാങ്ങിച്ച് വീട്ടിൽ തന്നെ ബ്രൗൺ കളർ ചെയ്തതാണ്. അതും കുറച്ച് ഡാമേജ് ആവാൻ തുടങ്ങിയെന്ന് തോന്നിയപ്പം ഞാൻ എൻ്റെ ഹെയർ വീണ്ടും ഷോർട്ട് ആക്കി ഈ ഒരു ലെങ്തിൽ കട്ട് ചെയ്തു. എന്നിട്ട് അതിൽ ഞാൻ വീണ്ടും സ്മൂത്തനിങ് ചെയ്തു. അപ്പം എൻ്റെ മുടി നല്ലോണം ഡാമേജ് ആയി തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ഹെയർ ഇത്രയും ഷോർട്ട് ആക്കി കട്ട് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രക്കും ഷോർട്ട് ആക്കുന്നത് ഹെയർ. ഇതെന്റെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത, ഹെയർ കളർ ഒന്നും ഇല്ലാത്ത എൻ്റെ റിയൽ മുടിയാണ്. ആ മുടി ഞാൻ അത്യാവശ്യം ഈ ഒരു ലെങ്തിൽ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു എൻ്റെ റിയൽ ഹെയറിലാണ് ഞാനിപ്പം ഈ ഒരു ബ്രൗൺ ഹെയർ കളർ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ബാലിയാജ് ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടി. ആദ്യം തന്നെ എൻ്റെ മുടി സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് പൊട്ടിയ ചെറിയ ചെറിയ മുടികളൊക്കെ കോംബ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി വെച്ചു. കാരണം ആ മുടിയിൽ കളർ ചെയ്താൽ അത് മാത്രം ഇങ്ങനെ വിട്ട് പൊങ്ങി നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ മുടിയിൽ കളർ ചെയ്യാതെ അവർ ഉള്ളിലേക്ക് കോംബ് ചെയ്തിട്ടു. എന്നിട്ട് ഈ ഓരോ സെക്ഷനിലും കളർ ചെയ്തിട്ട് ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടു. ഒരു ½ ആൻ അവർ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവിടുന്ന് ഹെയർ വാഷ് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി എൻ്റെ ഹെയറിൽ ഇങ്ങനെ ഓയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫ്രണ്ടിലത്തെ പോർഷനിൽ കളർ ചെയ്യണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബ്രൗൺ കളർ വന്നാൽ കുറച്ച് ബോറാവോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ട്രൈ നടത്തി നോക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അഥവാ ഇനിയിപ്പോൾ കൊളായി പോയ ബ്ലാക്ക് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ആ കെമിക്കലിന്റെ എഫക്റ്റ് കൊണ്ട് എൻ്റെ കണ്ണ് ഇങ്ങനെ ചിമ്മി പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മേൻ്റെ റിയാക്ഷനാണ്. എൻ്റെ തല കണ്ടിട്ട് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഇവളെ എന്തായി കാണിച്ചു വെക്കുന്നതെന്ന്. പിന്നെ ഇവർ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷനായി. കാരണം എനിക്കിത് കണ്ടപ്പോൾ ഒരു ബ്ലോണ്ട് പോലെ തോന്നി. പിന്നെ കളർ ചെയ്യാത്ത ഭാഗത്തും ഫുള്ള് കളർ വന്നതുപോലെ എനിക്ക് തോന്നി. മൊത്തം ഈ കളറാവോ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ആദ്യം ഇവർ ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടീഷണർ ഇട്ട് ഒരു 5-10 മിനിറ്റ്സ് എന്നെ അവിടെ എത്തിയിട്ട് പോയി. ഇതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ എൻ്റെ മുടിയിലെ ഇത്രയും കൂടുതൽ ഭാഗത്തും പിന്നെ കുറച്ച് റൂട്ടിന്റെ അടുത്ത് വരെയൊക്കെ ആയിട്ട് ഹെയർ കളർ ചെയ്യുന്നത്. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു ഹെയർ കളർ കൊളായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാലോ. ഇത് പക്ഷേ അത്രയും പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ഹെയറിൽ കളർ ചെയ്തിട്ടുണ്ട് ഇപ്പം. പിന്നെ ആ വെറ്റ് ഹെയർ തന്നെ അവരൊന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ചെറുതായിട്ട് ഒന്ന് ട്രിം ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ. അപ്പം ഡ്രൈ ചെയ്തപ്പോഴത്തേക്കും ഏകദേശം ഒരു പുല്ലൊക്കെ പോലെ ഉണ്ടായിരുന്നു എൻ്റെ മുടി കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ കൈ വിട്ട് പോയി, ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല വരുന്നതെന്ന്. എനിക്ക് നല്ല ടെൻഷൻ ആവാൻ വേണ്ടി തുടങ്ങി. പിന്നെ മൊത്തത്തിൽ ഡ്രൈ ചെയ്തിട്ട് ഇവർ ഒരു കേളർ വെച്ചിട്ട് മുടി കേൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ കേൾ ചെയ്ത സമയത്ത് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അല്ലാതെ ഈ ഡ്രയർ ഇട്ടപ്പോഴത്തേക്കും ശരിക്കും പുല്ല് പോലെയായി എൻ്റെ മുടി. ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടും തോന്നുന്നുണ്ടായിരുന്നു.
ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് മുടിയുള്ളത്. കേൾ ചെയ്തപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ എനിക്ക് എന്നെ കാണുമ്പോൾ മൈക്കൽ ഏലിയാസ്, ജാക്സൺ ഏലിയാസിനെ പോലെ തോന്നി. പിന്നെ ഫുൾ കേൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതാ ഏകദേശം ഇങ്ങനെയാണ് ഉള്ളത്. ഈ ഒരു ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആ കേൾസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് അവർ കുറച്ച് മൂസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഇതാണ് എന്നിട്ട് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് എൻ്റെ മുടി ഇപ്പോൾ ഫൈനലി ഉള്ളത്. ഓരോ ലൈറ്റിലും ഓരോ കളറാണ് മുടിയിൽ കാണുന്നത്. എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. പക്ഷേ വീട്ടിൽ പോയി ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മുടി ഇത്രയും സെറ്റായി കിടക്കുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ചെയ്തിട്ട് എൻ്റെ മുടി ഡാമേജ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ മുടി ഓൾറെഡി കുറച്ച് ലെങ്ത് വെക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആവാറുണ്ട്. ആ ഒരു ഡ്രൈനെസ് മാത്രം എനിക്ക് തോന്നി. ഹെയർ ഫോൾ ഒന്നും അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. ഓൾറെഡി എനിക്കുള്ള ഹെയർ ഫോൾ തന്നെ കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ചെയ്തത് അറൌണ്ട് 7,000 to 8,000 ആ ഒരു റേഞ്ചിലാണ് ആയത്, ഇൻക്ലൂഡിങ് ഹെയർ കട്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹെയർ കളറിങ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.